ബീഹാറിലൊഴികെ ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിച്ചു. സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം ഈ മാസം 30-നാണ്. ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന 2 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെയാണ് ഇന്നലെ പത്രികാ സമർപ്പണം അവസാനിച്ചത്. ബീഹാറിൽ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 ലോക്സഭാ മണ്ഡലങ്ങളിലും 32 നിയമസഭാ സീറ്റുകളിലേക്കുമാണ് അടുത്ത മാസം 19-ന് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. തമിഴ്നാട്, അരുണാചൽ പ്രദേശ്, മേഘാലയ, മിസോറാം, നാഗാലാന്റ്, സിക്കിം, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. മധ്യപ്രദേശിൽ കോൺഗ്രസ് താരപ്രചാരകരുടെ പട്ടിക പുറത്തിറക്കി. കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മുൻ മുഖ്യമന്ത്രിമാർ എന്നിവർ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനെത്തും. ജമ്മുകാശ്മീരിലെ ഉധംപൂരിൽ 8 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. അസമിൽ 38 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. ബീഹാറിലെ ഗയ, ഔറംഗാബാദ്, നവാദ, ജമുയി പാർലമെന്ററി സീറ്റുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. ഇവിടങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. ശനിയാഴ്ച സൂക്ഷ്മ പരിശോധന നടക്കും. അടുത്ത മാസം 2 വരെ പത്രിക പിൻവലിക്കാം. ഹോളി, ബീഹാർ സ്ഥാപക ദിനം തുടങ്ങിയവയുടെ ആഘോഷങ്ങൾ കണക്കിലെടുത്താണ് പത്രികാ സമർപ്പണം നീട്ടിയത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.